അസ്സലാമു അലൈക്കും. അല്ല, നീ ഇനി കോളേജിലേക്ക് വരുന്നില്ലേ? നീ ഇല്ലാഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ബോറടിയാണ്. ഞാനിപ്പോൾ തനിച്ചാണ് പോകുന്നതും വരുന്നതും എല്ലാം, റിയ പരിഭവം പറഞ്ഞു. ഷാനുവിൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് വരാൻ റിസ്ക്കാണെടി. അവിടുന്ന് കുറേ ദൂരമില്ലേ. പിന്നെ ഷാനുവിൻ്റെ ലീവ് കഴിഞ്ഞു. 2 ദിവസം കൂടി കഴിഞ്ഞാൽ ജോബിനും പോയി തുടങ്ങും. അപ്പോൾ അവന് എന്നെ ഡ്രോപ്പ് ചെയ്യാനും കഴിയില്ല. പിന്നെ അവിടുന്ന് എനിക്ക് പഠിക്കാൻ പോരാൻ എന്തോ ചടപ്പ് തോന്നുന്നു. അതെന്താ, അവർ പഠിക്കാൻ വിടില്ലേ? പഠിക്കുന്നത് അവിടെ ആർക്കും എതിർപ്പൊന്നുമില്ല. ബട്ട് എനിക്കെന്തോ ഒരു മടി. കല്യാണം വന്നപ്പോൾ നീയല്ലേ പറഞ്ഞത് നിനക്ക് പഠിക്കണമെന്ന്? അത് കല്യാണം മുടക്കാൻ ഓരോ അടവുകൾ പറഞ്ഞതല്ലേ. റിയയുടെ ഉമ്മ ചായ കുടിക്കാൻ വിളിച്ചപ്പോഴാണ് അവർ 2 പേരും സംസാരം നിർത്തി മുറിയിൽ നിന്ന് ഇറങ്ങിയത്. ചായയും പലഹാരങ്ങളും കഴിക്കുന്നതിനിടയിൽ സന ഷാനുവിനെ റിയക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. കുറച്ചു നേരം കൂടി അവിടെ സംസാരിച്ചിരുന്നതിനു ശേഷം അവരോട് യാത്ര പറഞ്ഞു സനയും ഷാനുവും വീട്ടിൽ നിന്ന് ഇറങ്ങി. നേരം ഇരുട്ടിത്തുടങ്ങിയല്ലോ, നമുക്ക് തിരിച്ചു പോവണ്ടേ? സനയുടെ വീട്ടിലേക്ക് നടക്കും വഴി ഷാനു അവളോട് പറഞ്ഞു. തൻ്റെ വീട്ടിൽ നിന്നും പോവുകയാണല്ലോ എന്നോർത്തപ്പോൾ അവൾക്ക് ചെറിയ വിഷമം വന്നു. വീടും പരിസരവും ഒക്കെ ചുറ്റിക്കണ്ടോ? മോനെ ഇവിടെയൊക്കെ ഇഷ്ടമായോ? വീട്ടിലേക്ക് കയറിയ ഷാനുവിനോട് ഉപ്പ ചോദിച്ചു. അതെ എന്ന് പറഞ്ഞു ചിരിച്ചുകൊണ്ട് അവൻ തലയാട്ടി. നേരം ഇരുട്ടി തുടങ്ങിയില്ലേ, എന്നാൽ ഞങ്ങൾ ഇറങ്ങിയാലോ? അവൻ ഉപ്പയോട് ചോദിച്ചു. നിങ്ങൾ ഇന്നിവിടെ നിന്നോളൂ, ഞാൻ നിന്റെ ഉപ്പാനെ വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് വരില്ല എന്ന് ഉപ്പ അവനോടായി പറഞ്ഞു. ഇത് കേട്ടതും ഗ്ലൂമിയായി നിന്നിരുന്ന സന സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. നല്ല ബിരിയാണിയുടെ സ്മെൽ മൂക്കിലേക്കടിച്ചതും അവൾ അടുക്കളയിലേക്ക് ഓടി. അപ്പോൾ ഉമ്മ അവിടെ ബിരിയാണി ദം ഇടുന്ന തിരക്കിലായിരുന്നു. അവിടെയുള്ള ക്യാഷസ് നട്ട്സ് എടുത്ത് അവൾ വായിലേക്ക് ഇട്ടതും ഉമ്മ അവളുടെ കയ്യിന്ന് ഒരടി കൊടുത്തു. അത് മുഴുവൻ തിന്നു തീർക്കല്ലേ, ബിരിയാണിയിൽ ഇടാനുള്ളതാ, നീ ഇവിടുന്ന് പോയേ. ഉമ്മ അവളെ അടുക്കളയിൽ നിന്ന് ഓടിച്ചു വിട്ടു. അവൾ ഉമ്മയെ നോക്കി മുഖം വീർപ്പിച്ചുകൊണ്ട് അടുക്കളയിൽ നിന്ന് പോയി. രാത്രി എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയായിരുന്നു. മോനെ ഇട്ട് കഴിക്ക് എന്ന് പറഞ്ഞു ഉപ്പ കുറച്ചുകൂടെ ബിരിയാണി എടുത്തു അവൻ്റെ പ്ലേറ്റിലേക്കിട്ടു. അവൻ കഴിച്ചു ഏകദേശം വയർ ഫുള്ളാവാൻ ആയപ്പോഴാണ് ഉപ്പ വീണ്ടും ചോറിട്ടത്. വേറെ വഴിയില്ലാതെ അവൻ കഴിക്കൽ തുടർന്നു. നിങ്ങൾ പെട്ടെന്ന് വന്നപ്പോൾ ഒന്നും കഴിക്കാൻ തന്നില്ലല്ലോ എന്ന് കരുതി ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവളുടെ ഉപ്പ നിന്റെ ഉപ്പാക്ക് വിളിച്ചു, നിങ്ങൾ നാളെയേ വരൂ എന്ന് പറഞ്ഞത്. അപ്പോൾ രാത്രിയിലേക്ക് വേണ്ടി പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കിയതാണ്. ഭക്ഷണം നന്നായിട്ടുണ്ടോ മോനെ? ഫുഡ് അടിപൊളിയാണ്, ഉമ്മാക്ക് നല്ല കൈപുണ്യമാണ്, നല്ല ടേസ്റ്റുണ്ട്, അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ മോൻ കുറച്ചുകൂടെ കഴിക്കേ, മോൻ കുറച്ചല്ലേ കഴിച്ചുള്ളൂ എന്നും പറഞ്ഞ് ഉമ്മ കുറച്ചുകൂടെ ചോറിട്ട് കൊടുത്തു. വേണ്ട, ഇനി മതി ഉമ്മ എന്ന് പറഞ്ഞപ്പോഴേക്കും ഉമ്മ ചോറിടൽ കഴിഞ്ഞിരുന്നു. ഉപ്പ ഇട്ടത് തന്നെ ഒരുവിധം കഴിച്ചു തീർക്കുകയായിരുന്നു. അപ്പോഴാണ് ഉമ്മാൻ്റെ വക. നിവർത്തിയില്ലാതെ അവൻ കഴിക്കാൻ തുടങ്ങി. അവൻ സനയെ നോക്കിയപ്പോൾ അവൾ ആണെങ്കിൽ വെട്ടി വിഴുങ്ങുന്നുണ്ട്. ഇവളുടെ വയറ്റിൽ എന്താ കൊക്കപ്പുഴുവാണോ? ഉമ്മയിപ്പോഴും കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകാൻ വേണ്ടി എണീറ്റു. നിങ്ങൾ കഴിച്ചോളൂട്ടോ മോളെ, നീ അവനും കൂടെ ഫുഡ് ഇട്ടുകൊടുക്ക്, ഉപ്പ സനയെ നോക്കി പറഞ്ഞു. സന കുറച്ചുകൂടെ ചോറെടുത്തു അവൻ്റെ പ്ലേറ്റിലേക്ക് ഇടാൻ നിന്നതും അവൻ പ്ലേറ്റിന് മുകളിൽ കൈവച്ചു. എൻ്റെ പൊന്നു മോളെ, ചതിക്കല്ലേ, എന്നെക്കൊണ്ട് കഴിക്കാവുന്ന പരമാവധി ഞാൻ കഴിച്ചിട്ടുണ്ട്, ഇനി നീയും കൂടെ ഇടല്ലേ. ഓക്കെ, എന്നാൽ ഞാൻ ഇടുന്നില്ല. താങ്ക് യു എന്ന് പറഞ്ഞ് അവൻ കൈയെടുത്തതും അവൾ പ്ലേറ്റിലേക്ക് കുറച്ചുകൂടെ ചോറിട്ടു. വേഗം കഴിച്ചോ, അവനെ നോക്കി ഇളിച്ചു കാട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. നീ എൻ്റെ അടുത്തേക്ക് തന്നെ അല്ലേ വരിക, ഇതിനുള്ളത് നിനക്ക് ഞാൻ തരാടി, അവൻ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് അവളോട് പറഞ്ഞു. ഫുഡ് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതി അവൻ കഷ്ടപ്പെട്ട് അതോടെ കഴിച്ചു അവിടുന്ന് എണീറ്റു. ഉറങ്ങാൻ വേണ്ടി കോട്ടുവായും ഇട്ട് റൂമിലേക്ക് പോവാൻ നിന്ന സനയെ ഉമ്മ വിളിച്ചു. ഇതുകൂടെ കൊണ്ടുപോയിക്കോ. ഉമ്മ അവളുടെ കയ്യിൽ ഒരു ട്രേ വെച്ച് കൊടുത്തു. അതിൽ ഒരു ഗ്ലാസ് പാലും കുറച്ച് പലഹാരങ്ങളും ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു. അവൾ അന്തം വിട്ട് നോക്കുന്നത് കണ്ട് ഉമ്മ പറഞ്ഞു. ഇതൊക്കെ ഒരു ചടങ്ങാണ്, കല്യാണം കഴിഞ്ഞ് ചെക്കൻ ആദ്യമായിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ നിൽക്കാൻ വരുമല്ലോ എന്നും പറഞ്ഞ് ആ ട്രേ അവളുടെ കയ്യിൽ വെച്ച് കൊടുത്തു. ഉമ്മ അവിടുന്ന് പോയി. ഓരോരോ ചടങ്ങുകൾ അവൾ പിറുപിറുത്തുകൊണ്ട് ട്രേയും കൊണ്ട് റൂമിലേക്ക് പോയി. ഇവളെന്താ ഒറ്റയ്ക്ക് സംസാരിക്കുന്നേ?
പിറുപിറുത്തുകൊണ്ട് റൂമിലേക്ക് കയറി വരുന്ന സനയെ നോക്കി അവൻ ആലോചിച്ചു. അപ്പോഴാണ് അവൻ അവളുടെ കയ്യിലുള്ള ട്രേ ശ്രദ്ധിച്ചത്. അത് കണ്ടതും അവൻ്റെ കിളി പോയി. നീയും നിന്റെ വീട്ടുകാരും എന്നെ തീറ്റിച്ചു കൊല്ലും എന്ന് വല്ല ശപഥവും ചെയ്തിട്ടുണ്ടോ? ട്രേയിലെ പലഹാരങ്ങളിലേക്കും അവളുടെ മുഖത്തേക്കും മാറി മാറി നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. അവൻ്റെ മുഖത്തെ ഭാവം കണ്ട് അവൾക്ക് ചിരി വന്നെങ്കിലും ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് ഗൗരവത്തിൽ അവൾ പറഞ്ഞു. ഇതൊക്കെ ഒരു ചടങ്ങാണ്. കല്യാണം കഴിഞ്ഞ് നിങ്ങൾ എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് നിൽക്കാൻ വരുമല്ലേ, അതുകൊണ്ടാണ്. അവൾ അലമാരിയിൽ നിന്ന് തൻ്റെ ഡ്രസ്സ് എടുത്ത് ഫ്രഷ് ആവാൻ വേണ്ടി ബാത്റൂമിലേക്ക് കയറി. ബാത്റൂമിൽ നിന്നിറങ്ങിയ അവൾ കാണുന്നത് തൻ്റെ ബെഡിൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഷാനുവിനെയാണ്. തൻ്റെ ബെഡോ? എന്നിട്ട് നിന്റെ പേരൊന്നും കാണാനില്ലല്ലോ, അവൻ ബെഡിൽ മുഴുവൻ കണ്ണോടിച്ചു കൊണ്ട് പറഞ്ഞു. അതെ, എൻ്റെ വീടല്ലേ, ഇത് എൻ്റെ റൂമല്ലേ, അപ്പോൾ ഇത് എൻ്റെ ബെഡല്ലേ. ഓഹോ, അപ്പോൾ അങ്ങനെയൊക്കെയാണോ? ഇത്രയും ദിവസം നീ എൻ്റെ വീട്ടിൽ നിന്നപ്പോൾ ഞാൻ ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. ഹാ, അത് എൻ്റെ മര്യാദ, അവൻ നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു. അവനെ നോക്കി മുഖം കൊട്ടിക്കൊണ്ട് അവൾ ബെഡിലേക്ക് കയറിക്കിടന്നു. അല്ല, ഇങ്ങനെ കിടന്നാൽ മതിയോ? അവൻ ഒരു കള്ളച്ചിരിയോടെ അവൾക്കടുത്തേക്ക് നീങ്ങിക്കൊണ്ട് ചോദിച്ചു. ഇനിയിപ്പോൾ എന്താ എന്ന അർത്ഥത്തിൽ അവൾ അവനെ ഒന്ന് നോക്കി. അല്ല, ഓരോ ചടങ്ങാണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പാലും ഫ്രൂട്ട്സും ഒക്കെ കൊടുന്നു വച്ചിട്ട് അവൻ മുഖത്ത് നാണം വരുത്തി ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് സനയെ ഇടം കണ്ടിട്ട് നോക്കി. അവളാണെങ്കിൽ ഒരു ലോഡ് പുച്ഛവും വാരിയെറിഞ്ഞു അവനെ തന്നെ നോക്കി നിന്നു. നിനക്കെന്താടി ഒരു പുച്ഛം? അവൻ അവളെ വലിച്ചു തൻ്റെ നെഞ്ചിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു. പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ അവൾ ഒന്ന് ഞെട്ടിയെങ്കിലും ഞെട്ടൽ പുറത്ത് കാണിക്കാതെ അവൾ അതേ പുച്ഛഭാവത്തോടെ തന്നെ നിന്നു. അവൾക്കൊരു കുലുക്കവും ഇല്ലെന്ന് കണ്ടതും അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പുകഴ്ത്തി. അവൾ ഞെട്ടിക്കൊണ്ട് പെട്ടെന്ന് അവനെ തള്ളി മാറ്റിയെങ്കിലും അവൻ അവളെ മുറുകെ പുണർന്നു ഒന്നുകൂടെ അവളിലേക്ക് അമർന്നു. അവൻ്റെ താടിരോമങ്ങൾ കഴുത്തിൽ ഇക്കിളി കൂട്ടിയപ്പോൾ എന്തോ വല്ലാത്തൊരു ഫീലിങ്സ് അവളിലൂടെ കടന്നുപോയി. പെട്ടെന്ന് തന്നെ 2 കൈയും ഉപയോഗിച്ച് അവൾ ശക്തിയായി അവനെ തള്ളി മാറ്റി. പിടക്കുന്ന കണ്ണുകളോടെ തന്നെ നോക്കി നിൽക്കുന്ന അവളെ കണ്ടതും അവന് ചിരിയാണ് വന്നത്. ഇത്രയും നേരം നിനക്ക് പുച്ഛമായിരുന്നല്ലോ, ഇപ്പോൾ എന്താ ഇങ്ങനെ പേടിച്ചു വിറച്ചു നിൽക്കുന്നത്? പുറത്തേക്ക് വന്ന ചിരിച്ചുണ്ടുകൊണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. അവൾ മിണ്ടാതെ നിന്നതും വീണ്ടും അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങി. അവൻ തൊട്ടടുത്ത് എത്തിയതും അവൾ പെട്ടെന്ന് തലവഴി പുതപ്പിട്ട് മൂടി. ഇനി നീ എന്ത് ചെയ്യും ദുഷ്ട, അവൾ മനസ്സിൽ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞിട്ടും അനക്കം ഒന്നും കേൾക്കാതെയായപ്പോൾ അവൾ മെല്ലെ തലയിൽ നിന്ന് പുതപ്പ് മാറ്റി അവനെ നോക്കി. ഒരു കൈ വയറിന്മേലും ഒരു കൈ കണ്ണിനു മുകളിലും വെച്ച് കിടക്കുകയായിരുന്നു അവൻ. ഔ, സമാധാനമായി ഉറങ്ങിയെന്നാ തോന്നുന്നത്. അവൾ ഒരു ദീർഘശ്വാസം വിട്ടുകൊണ്ട് തിരിഞ്ഞു കിടന്നു. പതിയെ നിദ്രയെ പുൽകി. ഷാനു കണ്ണിനു മുകളിൽ വച്ച കൈയെടുത്തു തിരിഞ്ഞു നോക്കി. തൻ്റെ തൊട്ടടുത്ത് കിടന്നുറങ്ങുന്ന ജീവൻ്റെ പാതിയായവളെ അവൻ കുറച്ചു നേരം നോക്കി നിന്നു. പതിയെ അവളുടെ മുടികളുടെ അവൻ തലോടി ഒരു കൈകൊണ്ട് അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി പതിയെ അവനും നിദ്രയിലാണ്ടു. രാവിലെ ഉണർന്ന സന കാണുന്നത് തൻ്റെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി വയറിലൂടെ ചുറ്റിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന ഷാനുവിനെയാണ്. നിഷ്കളങ്കത നിറഞ്ഞ അവൻ്റെ മുഖത്തേക്ക് കുറച്ചുനേരം അവൾ നോക്കി നിന്നു. ഒരു ചെറു പുഞ്ചിരിയോടെ തൻ്റെ ദേഹത്തു നിന്നും അവൻ്റെ കൈമാറ്റി അവൾ എണീറ്റു. രാവിലെ ഭക്ഷണം കഴിച്ച് അവർ 2 പേരും വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞു ഇറങ്ങാൻ വേണ്ടി നിന്നു. സന ഉമ്മയെയും ഉപ്പയെയും കെട്ടിപ്പിടിച്ചു യാത്ര പറഞ്ഞു. അവൾക്ക് എന്തോ വീട്ടിൽ നിന്ന് പോകുമ്പോൾ വല്ലാത്ത വിഷമം തോന്നി. ഷാനുവും അവരോട് യാത്ര പറഞ്ഞു കാറിൽ കയറി. വീട്ടിലേക്ക് പോകും വഴി സന വളരെ ഗ്ലൂമിയായിരുന്നു. 2 പേർക്കിടയിലും മൗനം തളം കെട്ടി നിന്നു. അവൾക്ക് വീട്ടിൽ നിന്ന് പോന്നതിൻ്റെ വിഷമമാണെന്ന് അവന് മനസ്സിലായി. ഞാൻ ഇനി ബാംഗ്ലൂരിലേക്ക് പോകുന്നില്ലല്ലോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. നിനക്ക് ഉമ്മാനെയും ഉപ്പാനെയും കാണണമെന്ന് തോന്നുമ്പോൾ പറഞ്ഞാൽ മതി, നമുക്ക് ഇടയ്ക്ക് വീട്ടിൽ പോയി വരാം അവളെ സമാധാനിപ്പിക്കാൻ എന്നോണം അവൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൾ അവനെ നോക്കി ഒന്ന് ചെറുതായി പുഞ്ചിരിച്ചു. വീടെത്തിയതും അവർ 2 പേരും ഇറങ്ങി. തൻവിയും ഉമ്മയും അവളുടെ അടുത്തേക്ക് വന്ന് വീട്ടിലെ വിശേഷങ്ങൾ എല്ലാം ചോദിച്ചു. കുറച്ചു നേരം അവരോട് സംസാരിച്ചിരുന്ന് അവൾ മുറിയിലേക്ക് പോയി.
2 ദിവസം കഴിഞ്ഞു. ഇന്നു മുതൽ ഷാനു ജോലിക്ക് പോയി തുടങ്ങും. ഭാഗ്യം, ഇനി മുതൽ പകൽ ആ കാലമാടനെ സഹിക്കേണ്ടല്ലോ, അവൾ ആലോചിച്ചു. നീയെന്താ ആലോചിക്കുന്നത്? ഷാനുവിൻ്റെ ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. അവൻ ഓഫീസിൽ പോകാൻ റെഡിയായി നിൽക്കുകയായിരുന്നു. ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവൾ ചുമൽ കുലുക്കി. എന്നാൽ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് കാറിൻ്റെ കീഴുമെടുത്തവൻ മുറിയിൽ നിന്നും ഇറങ്ങി. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൻ നിന്നു. തിരിഞ്ഞ് അവളുടെ അടുത്തേക്ക് വന്ന് അവളെ ടൈറ്റായി ഹഗ് ചെയ്തു. അവളുടെ നെറ്റിയിൽ ഒരു കിസ്സും കൊടുത്തു. അവളെ നോക്കി സൈറ്റടിച്ച് അവൻ ഇറങ്ങി. പ്രതീക്ഷിക്കാതെ ആയതുകൊണ്ട് അവൾ ആകെ അന്തം വിട്ടു. കുന്തം പോലെ കുറച്ചു നേരം നിന്നു. താഴെ നിന്നോ അവൻ ഉമ്മയോട് യാത്ര പറഞ്ഞ് ഇറങ്ങുന്നത് അവൾ കേട്ടു. അവൻ കാറെടുത്തു പോയി. സ്ഥലകാല ബോധം വന്നതും അവൾ നെറ്റിയിൽ ഒന്ന് കൈവച്ചു. അവൻ്റെ ചുംബനത്തിൻ്റെ ചൂട് അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. നാണത്താൽ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഷാനുവിന് ഓഫായിരുന്നു. കൈ വിടുവിപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ നല്ല കുട്ടിയായി മിണ്ടാതെ അവൾ അവൻ്റെ കൂടെ നടന്നു. കുറച്ചു ദൂരം നടന്നപ്പോൾ ഒരുപാട് ഐറ്റംസ് ഭരണിയിൽ ഉപ്പിലിട്ട് വച്ചത് കണ്ടു. ഉപ്പിലിട്ടതും കല്ലുമ്മക്കായും അവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം 2 പേര് കൂടി കഴിച്ചു കഴിഞ്ഞപ്പോൾ ഷാനു അടുത്തുള്ള പയ്യന് തൻ്റെ ഫോൺ കൊടുത്തു ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തു തരാൻ വേണ്ടി പറഞ്ഞു. അവൻ അവളുടെ തോളിലൂടെ കൈയിട്ട് തന്നിലേക്ക് ചേർത്തു നിർത്തി. പെട്ടെന്ന് അങ്ങനെ ചെയ്തപ്പോൾ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ എന്നുള്ള ഭാവത്തിൽ അവനും അവളെ തന്നെ നോക്കി. ഈ ടൈമിൽ തന്നെ ആ പയ്യൻ അവരുടെ ഫോട്ടോ എടുത്തു കൊടുത്തു. അവനോട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഷാനു ഫോൺ വാങ്ങി. പിന്നെ ഷാനു അവൻ്റെ സിംഗിൾ ഫോട്ടോസ് കുറേ അവളെ കൊണ്ട് എടുപ്പിച്ചു. പല പോസുകളിലായി നിർത്തി അവളുടെ കുറേ ഫോട്ടോസും അവൻ എടുത്തു കൊടുത്തു. ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം വീണ്ടും അവിടെയൊക്കെ കറങ്ങിത്തിരിഞ്ഞ ശേഷം അവർ വീട്ടിലേക്ക് തിരിച്ചു. രാത്രി കിടക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് താൻ ഇന്ന് ഉമ്മാക്ക് വിളിച്ചിട്ടില്ലല്ലോ എന്ന് അവൾ ആലോചിച്ചത്. ഇന്ന് പുറത്തു പോയി ഓരോ തിരക്കിലായി. അതിനിടയിൽ വിളിക്കാൻ ടൈം കിട്ടിയില്ല. അവൾ ഉമ്മാക്ക് വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്തപ്പോൾ ഫോൺ ചാർജ് കഴിഞ്ഞ് ഓഫായി കിടക്കുന്നതാണ് കണ്ടത്. അവൾ ഫോൺ ചാർജിലിട്ട് തിരിഞ്ഞപ്പോഴാണ് ഷാനു മുറിയിലേക്ക് വന്നത്. ഉമ്മാക്ക് വിളിക്കാൻ വേണ്ടി അവൾ ഷാനുവിനോട് ഫോൺ ചോദിച്ചു. തൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും ചാർജില്ല എന്നും പറഞ്ഞു. അവൻ ഫോൺ ലോക്ക് തുറന്നു കൊടുത്തു. ഫ്രഷ് ആവാൻ വേണ്ടി ബാത്റൂമിൽ കയറി. സന ഉമ്മാക്ക് വിളിച്ച് ഇന്നത്തെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു. കുറച്ചു നേരം സംസാരിച്ച് അവൾ ഫോൺ വെച്ചു. കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവൾ അവൻ്റെ ഫോണിലെ വാൾപേപ്പർ ശ്രദ്ധിച്ചത്. തന്നെ ചേർത്തു പിടിച്ചു 2 പേരും പരസ്പരം മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന. ഇന്ന് ബീച്ചിൽ നിന്ന് എടുത്ത ഫോട്ടോ ആയിരുന്നു വാൾപേപ്പർ. ഇത് അപ്പോഴേക്കും വാൾപേപ്പറും ആക്കിയോ? അവൾ ആലോചിച്ചു. ഇന്നെടുത്ത ബാക്കി ഫോട്ടോസ് നോക്കാൻ വേണ്ടി അവൾ ഗാലറി ഓപ്പൺ ചെയ്തു. ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ട് സ്ക്രോൾ ചെയ്തപ്പോഴാണ് അവളുടെ ഒരു ഫോട്ടോ കണ്ട് പെട്ടെന്ന് അവൾ ഞെട്ടിയത്. അവൾ ആ ഫോട്ടോ ഓപ്പൺ ആക്കി നോക്കി. തൻ്റെ സ്കൂൾ യൂണിഫോമിലുള്ള ഫോട്ടോ ആയിരുന്നു അത്. ഈ ഫോട്ടോ എങ്ങനെ ഷാനുവിൻ്റെ ഫോണിൽ? അവൾ ആലോചിച്ചു. ഇനി ഉപ്പയോ ആരെങ്കിലും അയച്ചു കൊടുത്തതാണോ? ഏയ് അല്ല, ഉപ്പയുടെ ഫോണിൽ എൻ്റെ ഈ ഫോട്ടോ ഇല്ല. മാത്രമല്ല ഇത് ദൂരെ നിന്ന് എടുത്ത ഫോട്ടോ ആണ്. ഞാൻ അറിയാതെ ബസ് സ്റ്റോപ്പിൽ നിന്ന് എടുത്ത ഫോട്ടോയാണ്. അപ്പോൾ ഷാനുവിന് എന്നെ ഇതിനു മുമ്പ് അറിയാമായിരുന്നു. അവനാണോ ഈ ഫോട്ടോ എടുത്തത്? ഇനി അവന് വേറെ ആരെങ്കിലും അയച്ചു കൊടുത്തതാണോ? ഒരുപാട് ചോദ്യങ്ങൾ അവളുടെ മനസ്സിലൂടെ മിന്നിമാഞ്ഞു. കൂടെ അവളുടെ കണ്ണുകൾ നിറയാനും തുടങ്ങി. ഷാനു ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കാണുന്നത് നിറഞ്ഞ കണ്ണുകളോടെ തൻ്റെ ഫോണും പിടിച്ച് ഇരിക്കുന്ന സനയാണ്. ഇതെന്തു പറ്റി? ഇതുവരെ ഒരു കുഴപ്പവുമില്ലായിരുന്നല്ലോ. അവൾ വീട്ടിലേക്ക് വിളിക്കാൻ എന്ന് പറഞ്ഞല്ലേ ഫോൺ വാങ്ങിയത്. ഇനി വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താവും കാര്യം? ടെൻഷനോടെ അവൻ അവളുടെ അടുത്ത് വന്നിരുന്നു. എന്താ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത്? എന്തു പറ്റി? അവൻ വ്യാകുലതയോടെ ചോദിച്ചു. അവൾ ഫോണിലുള്ള തൻ്റെ ഫോട്ടോ അവന് മുന്നിലേക്ക് നീട്ടി. പെട്ടെന്ന് അവൾ അത് കാണിച്ചപ്പോൾ അവനിലും ഒരു ഞെട്ടലുണ്ടായി. അത് അവൾ ശ്രദ്ധിക്കുകയും ചെയ്തു.
നിങ്ങൾക്ക് ഇതിനു മുമ്പ് എന്നെ അറിയാമായിരുന്നോ? പെട്ടെന്നുള്ള അവളുടെ ചോദ്യം കേട്ട് അവൻ ഒന്ന് പതറി. ഈ ഫോട്ടോ നിങ്ങൾ എടുത്തതാണോ? ഈ ഫോട്ടോ നിങ്ങൾ എടുത്തതാണോ? അവൾ ഫോൺ അവനു നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചു. വീട്ടിലേക്ക് കോൾ ചെയ്യാൻ ഫോൺ കൊടുത്തപ്പോൾ അവൾ ഗ്യാലറി നോക്കും എന്നൊട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ആ ധൈര്യത്തിലാണ് ലോക്ക് തുറന്നു കൊടുത്തത്. ഞാൻ ചോദിച്ചതിന് എന്താ നിങ്ങൾ ഒന്നും പറയാത്തത്? നിങ്ങൾക്ക് ഇതിനു മുമ്പ് എന്നെ അറിയാമായിരുന്നോ? അവൾ വീണ്ടും ചോദിച്ചു. അവനൊന്ന് മൂളിക്കൊണ്ട് തലയാട്ടി. എന്നെ എങ്ങനെ അറിയാം? അവളുടെ ശബ്ദം ഇടറി. അവൻ ഒരു നെടുവീർപ്പിട്ടു കൊണ്ട് അവളുടെ അടുത്ത് വന്നിരുന്നു. അവളുടെ കൈകൾ തൻ്റെ കൈയാൽ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയാൻ തുടങ്ങി. എല്ലാവർക്കും നമ്മുടെ മാരേജ് ഒരു അറേഞ്ച് മാരേജ് ആയിരുന്നു. എന്നാൽ എനിക്കിത് ലവ് മാരേജ് ആയിരുന്നു. അവൻ പറയുന്നത് ഒന്നും മനസ്സിലാവാതെ സന അവനെ സൂക്ഷിച്ചു നോക്കി. അതെ സന, നമ്മുടെ കല്യാണത്തിന് മുൻപ് തന്നെ ഞാൻ നിന്നെ പ്രണയിച്ചിരുന്നു. എൻ്റെ ആദ്യ പ്രണയം അതായിരുന്നു നീ. ബാംഗ്ലൂരിൽ നിന്ന് ലീവിന് വന്ന ഒരു ദിവസമാണ് ബസ് സ്റ്റോപ്പിൽ കോളേജിലേക്ക് പോകാൻ നിൽക്കുന്ന നിന്നെ ഞാൻ ആദ്യമായി കണ്ടത്. ഫ്രണ്ട്സിനോട് ചിരിച്ച് സംസാരിക്കുമ്പോൾ നിന്നിൽ വിരിഞ്ഞു വരുന്ന നുണക്കുഴിയും നിന്റെ വിടർന്ന കണ്ണുകളും കുഞ്ഞു മൂക്കും നിഷ്കളങ്കത നിറഞ്ഞ മുഖവും എൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു. അന്ന് ഞാൻ തീരുമാനിച്ചതാണ്, എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കുമെന്ന്. പിന്നെ ലീവിന് നാട്ടിൽ വരുമ്പോൾ എല്ലാം ഞാൻ നിന്നെ കാണാൻ അവിടെ വന്നു നിൽക്കാറുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നീ അറിഞ്ഞിരുന്നില്ല എന്ന് മാത്രം. അങ്ങനെ ഒരു ദിവസം എടുത്ത ഫോട്ടോ ആയിരുന്നു അത്. അപ്പോൾ നമ്മുടെ കല്യാണമോ? അവൾ തൻ്റെ സംശയം ഉന്നയിച്ചു. അത് പ്ലാനിങ് ഒന്നുമായിരുന്നില്ല, വെറും യാദൃശ്ചികം ആയിരുന്നു. വീട്ടിൽ കല്യാണാലോചനകൾ എല്ലാം പറയുമ്പോൾ ഞാൻ സമർത്ഥമായി അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞുമാറി. പക്ഷേ ഒരു ആലോചനയ്ക്ക് മുമ്പിൽ ഞാൻ മുട്ടുമടക്കേണ്ടി വന്നു. ഉപ്പയുടെ കൂട്ടുകാരൻ്റെ മകളാണെന്ന്. അതുകൊണ്ട് ഉപ്പാക്ക് നിർബന്ധമായിരുന്നു ഞാൻ അവളെ പോയി പെണ്ണ് കാണണമെന്ന്. എന്തായാലും പെണ്ണ് കണ്ടിട്ടിഷ്ടമായില്ല എന്ന് പറയാമെന്ന് കരുതി ഒട്ടും താല്പര്യമില്ലാതെയാണ് ഞാൻ അന്ന് നിന്റെ വീട്ടിലേക്ക് വന്നത്. അവിടെ എത്തിയപ്പോഴാണ് നീയാണ് ഉപ്പയുടെ ഫ്രണ്ടിൻ്റെ മകൾ എന്നും നീയാണ് ഞാൻ കാണാൻ പോകുന്ന പെണ്ണ് എന്നും അറിയുന്നത്. എൻ്റെ ഉപ്പയും നിൻ്റെ ഉപ്പയും ഫ്രണ്ട്സാണ് എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അന്ന് ആദ്യമായി അവിടെ നിന്നെ കണ്ടപ്പോൾ എനിക്കെന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ട് അതൊക്കെ കൺട്രോൾ ചെയ്താണ് അന്നവിടെ ഇരുന്നത്. അന്നു മുതൽ എനിക്ക് എൻ്റെ പ്രണയം ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ആകെയുള്ള ടെൻഷൻ നീ കല്യാണത്തിൽ നിന്ന് പിന്മാറുമോ എന്നായിരുന്നു. ലാസ്റ്റ് നമ്മുടെ കല്യാണം ഉറപ്പിച്ചപ്പോഴാണ് എൻ്റെ ശ്വാസം നേരെ വീണത്. പറഞ്ഞു കഴിഞ്ഞതും ഇതെല്ലാം കേട്ട് കരയാണോ അതോ ചിരിക്കാണോ എന്നറിയാത്ത അവസ്ഥയിലായിരുന്നു സന. ഇത്രയും കാലം തന്നെ പ്രണയിച്ച് നടന്ന ആളാണ് തന്നെ വിവാഹം കഴിച്ചത് എന്ന് അവൾക്ക് വിശ്വസിക്കാൻ പോലും സാധിച്ചില്ല. എന്നിട്ട് ഇതൊന്നും എന്താ എന്നോട് ഇതിനു മുമ്പ് പറയാതിരുന്നത്? അവൾ കുറച്ചു ഗൗരവത്തോടെ ചോദിച്ചു. നിന്നോട് പല തവണ പറയണം എന്ന് വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മുടെ കല്യാണം നടന്നില്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുമായിരുന്നു? കല്യാണം നടന്നാലും ഇല്ലെങ്കിലും ഈ ഷാനുവിൻ്റെ മനസ്സിൽ അന്നും ഇന്നും ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ, അത് നീയാണ്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയായിരിക്കും. അവളുടെ കാതോരം ചേർന്നവൻ പതിയെ പറഞ്ഞു. ചെവിക്കരികിൽ അവൻ്റെ ചൂട് നിശ്വാസം തട്ടിയതും അവളൊന്ന് പിടഞ്ഞു. ഷാനു നോക്കിയപ്പോൾ പെണ്ണിൻ്റെ മുഖം ബ്ലഷ് ഇട്ട പോലെ ചുവന്നു തൊടുത്തിരിക്കുന്നു. അവൻ അവളുടെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്തു. ചുവന്നു തൊടുത്ത കവിളിൽ അവൻ അമർത്തി ചുംബിച്ചു. ശേഷം അവളുടെ മുഖം ആകെ അവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി. എന്നിട്ടും മതിയാകാത്ത വിധം അവൻ്റെ കണ്ണുകൾ ആ കുഞ്ഞു മുഖത്തിലൂടെ ഓടി നടന്നു. ലക്ഷ്യസ്ഥാനം കണ്ട പോലെ അവളുടെ അധരങ്ങളിൽ അവൻ്റെ നോട്ടം പതിച്ചു. അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായ അവൾ വേണ്ട എന്ന് പറഞ്ഞെങ്കിലും അവളുടെ ശബ്ദം പുറത്തേക്ക് വന്നില്ല. അപ്പോഴേക്കും അവൻ അവളുടെ അധരങ്ങൾ കീഴടക്കിയിരുന്നു. അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. കൈകൾ അവൻ്റെ മുടിയിൽ കോർത്തു വലിച്ചു. പൂർണ്ണമായും അവൻ്റെ ജീവൻ്റെ പാതിയെ സ്വന്തമാക്കിയ രാത്രിയായിരുന്നു അത്. പുതപ്പിനുള്ളിൽ തൻ്റെ ശരീരത്തോട് ചേർന്ന് നെഞ്ചിൽ മുഖം പൊഴുത്തി കിടക്കുന്ന അവളുടെ നെറ്റിയിൽ അവൻ ചുണ്ടമർത്തി. തൻ്റെ നല്ല പാതിയെ ഒരിക്കലും തന്നിൽ നിന്ന് അകറ്റരുതേ എന്നായിരുന്നു അപ്പോൾ രണ്ടുപേരുടെയും മനസ്സിൽ.
അവൻ ഒന്നൂടെ അവളെ ചേർത്തു പിടിച്ചു. അവളും അവനെ ഉറക്കെ പുണർന്നു. നാളേക്കുള്ള നല്ല ജീവിതം സ്വപ്നം കണ്ട് രണ്ടുപേരും പതിയെ നിദ്രയെ പുൽകി.